വെൽക്കം ടു എ ന്യൂ സീരീസ്. ഇത് നമ്മുടെ സ്ഥിരം പരിപാടിയല്ല. ആൻഡ് വി ആർ ഗോണ കോൾ ഇറ്റ് സാംസ്കാരിക വീബ്സ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്, അല്ലെങ്കിൽ unusual places. സ്ക്രിപ്റ്റഡ് അല്ല, ഒന്നുമല്ല. സോ ലൈക്ക് അപ്പാർട്ട് ഫ്രം പോഡ്കാസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ മുകളിൽ തുടങ്ങിയൊരു പരിപാടിയാണ്. ഒരു വെറൈറ്റി ആംഗിൾ ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് നമ്മളൊരു പുതിയൊരു ഫ്രഷ് സാധനം ഇറക്കാന്നുള്ള ഐഡിയയിലാണ്. ഞാൻ സാഹിൽ, ദിസ് ഇസ് അതെ ഞാൻ ഗൗരി ശങ്കർ. ഞങ്ങളുടെ എല്ലാം മുഖം സുപരിചിതമായതുകൊണ്ട് കൂടുതൽ ഇൻട്രഡക്ഷൻ വേണ്ട. ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അതിനിടയ്ക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒരു പയ്യൻ ചോദിക്കുകയുണ്ടായി, വരുന്നില്ലേ? ഞാൻ പറഞ്ഞു വി ആർ വർക്കിംഗ് ഓൺ സംതിങ്. അതെ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകാതെ തന്നെ അതും നിങ്ങൾ കാണും. ആൻഡ് മെയിൻ അജണ്ട ഓഫ് ദിസ് തിങ് ഇസ്, അല്ലെങ്കിൽ ഈ ഒരു സീരീസിൻ്റെ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സ്റ്റുഡിയോ ആക്ച്വലി സിറ്റിയിൽ നിന്ന് കുറച്ച് അകലെ ആയതുകൊണ്ട് പോഡ്കാസ്റ്റിൽ പങ്കെടുക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും തുടങ്ങാമെന്ന് വെച്ച ഒരു കൺസെപ്റ്റാണിത്. പ്ലസ് സിറ്റിക്കകത്ത് തന്നെയാണ്. ഇത് എൻ്റെ കടയാണ്, ആഞ്ജനേയ മ്യൂസിക്കൽസ്. അതെ, ഭാവി മുതലാളി അച്ഛനാ. അത് കേട്ട് കൊച്ചു മുതലാളി. അപ്പോൾ ഇതുപോലെ തന്നെ സിറ്റിക്കകത്തെ പല സ്പോട്സിലും നമ്മൾ ഓരോ എപ്പിസോഡ് വീതം, അതായത് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ആക്ച്വലി ഇൻസ്റ്റാ പേജിലും അതുപോലെ തന്നെ യൂട്യൂബിലും പോൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ഇഫ് യു ആർ സംവെയർ അറൗണ്ട്, യു ക്യാൻ ഡ്രോപ്പ് ഇൻ, ജോയിൻ us, ഹാവ് എ വീഡിയോ. കാരണം എനിക്ക് എപ്പോഴും സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്നത് സത്യം നടപടിയാത്ത കേസാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കൈതമുക്കിലാണ്, തിരുവനന്തപുരത്ത്. ഞങ്ങളുടെ സ്റ്റുഡിയോ ഇരിക്കുന്നത് പുളിയറക്കോണത്താണ്. അപ്പം ഞങ്ങൾക്ക് പോകുന്നത് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, 30 കിലോമീറ്റർ. അതെ. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളോട് പോഡ്കാസ്റ്റ് പങ്കെടുക്കണം എന്ന് ഒത്തിരി ഒരു താല്പര്യം അറിയിച്ചിരുന്നു. ടൈമിങ്ങിൻ്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ഡിസ്റ്റൻസിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം പലർക്കും വരാൻ പറ്റുന്നില്ല എന്ന് അറിയിച്ചു. അപ്പം വൈ നോട്ട് സംതിങ് വെയർ പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ്. We plan to do it in like generally accessible public places, preferably. അതാകുമ്പോഴത്തേക്കും ആരെങ്കിലും വായി നോക്കി നടപ്പുണ്ടെങ്കിൽ നമ്മളെ കണ്ട് വഴിയിൽ വെച്ച് കണ്ടു നിങ്ങൾക്ക് കയറണം എന്നുണ്ടെങ്കിൽ പോവാ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കൊണ അടിക്കാൻ വേണ്ടി ഒരു എപ്പിസോഡും കൊണ്ട് വന്നതായിരിക്കും. എന്നല്ല, ഇത് ആക്ച്വലി ഒരു ഇൻട്രഡക്ടറി എപ്പിസോഡാണ്. വി നീഡ് ടു ഗിവ് യു എ പ്രോപ്പർ ഇൻട്രഡക്ഷൻ ടു ദി ഹോൾ സീരീസ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം. ദിസ് ഈസ് അപ്പാർട്ട് ഫ്രം പോഡ്കാസ്റ്റ്. അപ്പം ഇത് മെയിൻലി കൊണയടിയും ആനിമേ ന്യൂസും അതുപോലെ തന്നെ ലോകകാര്യങ്ങളും ആയിരിക്കും. വളരെ വളരെ ജനറിക് ആയിരിക്കും. പ്രത്യേകിച്ച് അനിമയുടെ മറ്റേ റിവ്യൂവും അജണ്ട ഒന്നും പ്രതീക്ഷിക്കരുതൊന്നും കാണൂല. സാധാരണക്കാരായ കുറച്ച് വീബ്സും, അതായത് ഒരു ആനിമേ മുതൽ അനിമേകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ വരെ ഇതിനകത്ത് നിങ്ങൾ കാണും. അപ്പം ധൈര്യമായിട്ട് ഞങ്ങളെ സമീപിക്കുക ഇതിൽ ഭാഗമായിട്ടാനായിട്ട്. ആൻഡ് ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് ഞങ്ങൾ ഇത് എടുക്കുന്നത്. ഇവനാദ്യമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് സ്വാലി ആയിരുന്നു ഞങ്ങളിവിടെ ഇരുന്നത് മൂന്നാമനായിട്ട്. പക്ഷേ മൈക്ക് ഓൺ ചെയ്തില്ല, മറന്നുപോയി. ഞങ്ങള് ഔട്ട് എടുക്കാനായിട്ട് ലാപ്ടോപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളത് അറിയുന്നത്. പിന്നെ ദാരിദ്ര്യം കൊണ്ടേ അല്ല കേട്ടോ ഇങ്ങനെ ഒരു സീരീസ് ഉണ്ട്. വിളിച്ചറിയിക്കാതറാ ഉള്ളൊരു കാര്യം അറിയട്ടെ. ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെഡ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ദ ബ്ലൂ വാലന്റൈൻ എന്നടിച്ചു കഴിഞ്ഞാൽ അവര് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ണാടി ഇട്ടൊരു തെണ്ടിയെ കാണാം. ദുബായിലുള്ളവർക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്യാം. സെലിബ്രിറ്റിയാണ്. അല്ല, ഇപ്പൊ ദുബായിലല്ല, മറ്റേ അജ്മാനിലാണ് നിൽക്കുന്നത്. അവൻ വളരെ ടെക്നിക്കലി മറ്റേ സ്ഥലം വേറെ ദൂരോട്ട് മാറി നിൽക്കണം. വീട്ടുകാരോട് പറയുമ്പോ ദുബായ് ആണ്, ഞങ്ങളോട് പറയുമ്പോ അജ്മാനാണ്. ശരിക്കും പറഞ്ഞൂടാ, റാസൽ കൈമയിലാണെന്ന് തോന്നുന്നു. മറ്റേ വലിയ വീട്ടിൽ രാജകുമാരനായിരിക്കും അവിടെ. അതെ, ചെന്നതിന് ശേഷം S24 അൾട്ര ഒക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളും S24 അൾട്ര എടുത്തതിന് ശേഷമാണ് അറിയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം രാത്രി വളരെ കാഷ്വലായിട്ട് ഞാൻ ഇങ്ങനെ ലൈക്ക് വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇമെയിൽ നോട്ടിഫിക്കേഷൻ, കാരണം ഇമെയിൽ ഏതെങ്കിലും ഡിവൈസിൽ ലോഗിൻ ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമല്ലോ. ദുബായിൽ ആരോ S24 അൾട്രയിൽ ലോഗിൻ ചെയ്യും. ഞാൻ മറ്റേ ഹാക്കായി സീന് തന്നെ. രാത്രി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ആരും പേടിക്കണ്ട, ഞാൻ ഫോൺ എടുത്തു. അങ്ങനെ ഒരു പ്രത്യേക തരം രീതിയാണ്. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ ആളാണ്. പിന്നെ കൊച്ചിയിലെ മീറ്റപ്പ് നടത്തി ഇവിടെ തിരുവനന്തപുരത്തെ ആൾക്കാർക്ക് വിഷമമുണ്ട്, നമുക്കറിയാം. വൈകാതെ തന്നെ നടത്തുന്നതായിരിക്കും. അതും വലിയ പരിപാടി ആയിരിക്കുന്നില്ല, ഇപ്പോഴും പറയാം, വലിയ പരിപാടി ആയിരിക്കില്ല. കാരണം വലിയ പരിപാടിക്ക് കുറെ കംപ്ലൈൻറ്റ്സ് കിട്ടി, നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഈ കമ്മ്യൂണിറ്റി ആസ്പെക്റ്റിൽ ആൾക്കാർക്ക് ഈ പേഴ്സണൽ റിലേഷൻഷിപ്സും മറ്റേ കോൺവെർസേഷൻസ് ഒക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരാണ് കൺവീനിയന്റ് എനിക്ക് വളരെ കാര്യമായിട്ട് തോന്നി. വലിയ സ്കെയിലിൽ നടത്തിയതിന്റെ കംപ്ലൈൻസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം പലരെയും നല്ല പരിചയമുണ്ട്. അതുപോലെ തന്നെ ചെറിയ പരിപാടിയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് നടത്താൻ പറ്റും. കറന്റ്ലി ഇപ്പൊ നടക്കുന്നത് 3 മാസത്തിലൊരിക്കലും, കഴിഞ്ഞ ഇടയ്ക്ക് നടന്നത് 6 മാസത്തിന് ശേഷമാണ്. തിരുവനന്തപുരത്ത് നടത്തിയിട്ട് 1 വർഷമായി. അതിനെ പലരും പരാതി പറഞ്ഞത് ഞങ്ങൾ കേട്ടു. ഞങ്ങളുടെ സാഹചര്യം അത്ര നല്ലതായതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് മാർച്ച് ഏപ്രിൽ സമയത്ത് നമ്മൾ കോഴിക്കോട് പ്ലാൻ ചെയ്തു, നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് അത് വെന്യൂവിന്റെ അവൈലബിലിറ്റി കാരണം പുഷ് ചെയ്ത് അത് മെയ് ജൂൺ വരെ ആയി, നടന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ ട്രിവാൻഡ്രം പ്ലാൻ ആക്കിയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു കൊച്ചി ചെയ്തിട്ട് ട്രിവാൻഡ്രത്ത് വരാം, കാരണം ഡിസംബറിൽ ട്രിവാൻഡ്രം ചെയ്തതാണല്ലോ. അങ്ങനെ നമ്മൾ ഓഗസ്റ്റിൽ കൊച്ചി നടത്തി. അതിനുശേഷം തിരിച്ചു വന്നപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ലോജിസ്റ്റിക്സ് കുറച്ച് ഇഷ്യൂസ് കാരണം ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ 3 പേരും പാർട്ട് വേറെ ജോലിയുണ്ട്. ഇപ്പം സ്വാലി ദുബായിലാണ്. അപ്പോൾ ഞങ്ങളുടെ അവൈലബിലിറ്റി, കോർഡിനേഷൻ, അതിൻ്റെ എല്ലാം ശ്രമിക്കുന്നുണ്ട്. പിന്നെ കൊച്ചിയിലെ പരിപാടി വാസ് നൈസ്. അതിൻ്റെ ഒരു വ്ളോഗ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അതിലാണ് ഫുൾ എഡിറ്റിംഗ്. അതിനകത്ത് ഒരു കുരിപ്പുണ്ട്, അവനാണ് മെയിൻ. അവനെയും വൈകാതെ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. കോഴിക്കോട് ജോലി ചെയ്യുവാണ്. സോ കോഴിക്കോട് നിന്ന് ഇവിടെ ലാൻഡ് ചെയ്യേണ്ട താമസം. കോഴിക്കോടാ താമസിക്കുന്നത്. മറ്റേ ഏത്തപ്പഴം നിറച്ചതുപോലെ. നമ്മൾ സ്റ്റീരിയോ ടൈപ്പുകൾക്കെതിരാണ്. ഞങ്ങൾ ആരും ഈ പറഞ്ഞപ്പോ എനിക്ക് ഇന്നലെ ഇൻസിഡന്റ് ഓരോരോ ജില്ലയുടെ വാർത്ത എനിക്ക് അതെന്താണ് അവന്റെ അടുത്ത് ചോദിച്ചത്. അതുപോലെ തന്നെ അനിമേ ന്യൂസ് ഹോട്ട് ടേക്സ് അതും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അനിമേ ന്യൂസ് ഇപ്പം പുതിയ 3 ബ്ലാക്ക് ക്ലോവർ ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. മാങ്ക സ്പോയിലർ നമ്മൾ ഇടുന്നില്ല, നിങ്ങൾ പേടിക്കണ്ട. കാരണം ഞാൻ അതിനോട് വളരെ സീരിയസ് ആയിട്ട് ഇറങ്ങി അവനെ പറയാം. ജുബൈർ അതെന്റെ വേറെ റൂട്ട്. അതെ, അത് ഇറങ്ങിയിട്ടുണ്ട്. ബെർസർക്കിന്റെ പുതിയ ചാപ്റ്റർ വന്നിട്ടുണ്ട്. അത് കരുണിന്റെ ഇൻഫർമേഷൻ ആണ്. ഞാൻ അപ് ടു ഡേറ്റ് ആണ് ബെർസർക്ക്. വൺ പീസ് പുതിയ ഇറങ്ങിയോ? 3 മാസം എന്തോ ഇതല്ലേ. മാങ്ക ആക്റ്റീവ് ആണ്. ആനിമെ ഹൈറ്റസിലാണ് 6 months. മാങ്ക 2 ആഴ്ച ബ്രേക്ക് ആയിരുന്നു. ഒരു നാട്ടുകാർ തെറി വിളിക്കുന്ന ഒരു ഒപ്പീനിയൻ പറ. പോഡ്കാസ്റ്റിൽ മാന്യന്മാര് ഇവിടെ അത് വേണം. എനിക്ക് UN ചീത്ത വിളിക്കണമെന്നുണ്ട്. UN-നല്ല, ഞാൻ ആനിമയിലെ കാര്യം അറിയാം. നീ രാഷ്ട്രീയത്തിലേക്ക് പോകരുത്. പൊളിറ്റിക്സ് നോ. എന്താ UN ആനിമ തമ്മിൽ എന്ത് ബന്ധം? UN പറഞ്ഞ് ആനിമയാണ് പിള്ളേർക്കും സ്ത്രീകൾക്കും എതിരെയുള്ള വയലൻസ് പ്രൊമോട്ട് ചെയ്യണേ. അതാര് പറഞ്ഞു? UN പറഞ്ഞു അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. വേൾഡ് ആനിമ ന്യൂസിന്റെ അകത്ത് ഉണ്ടായിരുന്നു. UN-ന്റെ ഒരു പ്രസ്താവന ഇങ്ങനെയാണോ? അത് UN അല്ലേ, അതിൽ ഉണ്ടാകാനായിരിക്കും. നീ അത് വിട്, വേറെ കേസ് പറ. ഈ 6 മാസം ഈ നമ്മുടെ ഹൈറ്റസിലാണല്ലോ വൺ പീസ്. അതിനെപ്പറ്റി എന്താ പറയാം? വളരെ നല്ല കാര്യമാണ്. ഒരു കണക്കിന് നല്ലതാണ്. കാര്യം എന്താ വെച്ചാൽ മാങ്ക വായിക്കാത്തവർക്കെല്ലാം ക്യാച്ചപ്പ് ചെയ്യാനുള്ള സമയമുണ്ട്. ആനിമെ കണ്ടിട്ടില്ലാത്തവർക്ക് തന്നെ മര്യാദയ്ക്ക് കുത്തിയിരുന്ന ആദ്യം തൊട്ട് കാണാം. പിന്നെ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭൂരിഭാഗം വീഡിയോസും വൺ പീസ് ഉണ്ട്. അത് പിള്ളേർ വൺ പീസ് വന്ന് കയറുന്നുണ്ട്. 3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പറയാൻ ഇഷ്ടംപോലെ തിയറീസ് ഉണ്ട്, ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ പേജിൽ ഇനി എന്നാ വൃത്തിയോട് പറഞ്ഞിട്ട് വൺ പീസ് എന്ന് പറഞ്ഞ ടാഗ് ഇട്ടാലും 3000 വ്യൂ പെട്ടെന്ന് കയറും. അതുമല്ല, വൺ പീസിലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോൺവെർസേഷൻ എളുപ്പമാണ്. പിന്നെ കണ്ടന്റ് അത്യാവശ്യം പെട്ടെന്ന് കണ്ടന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വൺ പീസിന്റെ കാര്യം എടുത്താൽ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു LC22 എന്ന് പറഞ്ഞ ടാഗ് ഉള്ള ഒരു പയ്യൻ നമ്മുടെ ഏതോ വീഡിയോന്റെ താഴെ ഒരുത്തം വന്നിട്ട് വി നീഡ് മോർ വൺ പീസ് വീഡിയോ ഇതിനകത്ത് 3/4 വീഡിയോ എനിക്ക് ഇനിയും ആദ്യം കമന്റ് ഇട്ടാൻ അതിനേക്കാളും ഞാൻ അതെല്ലാം കണ്ടു. പിന്നെയും വേണം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മളെ ഫുള്ള് ഫാൻ ബോയ്സ് ആണ്. അപ്പൊ നമ്മളെ വേറെ ഏതൊക്കെ കണ്ടന്റ് വളരെ കുലങ്കശമായി ആലോചിച്ച് ചിന്തിച്ച് പണിയെടുത്ത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വിൻലൻഡ് സാഗ ഫോർ എക്സാമ്പിൾ, ഞങ്ങള് എനിക്ക് തോന്നുന്നു നമ്മള് വീഡിയോ തുടങ്ങിയ കാലം മുതല് റിവ്യൂ ചെയ്യണം അത് പറഞ്ഞിട്ട് ഞാനും ഇവനും ജുബൈറും കൂടെ ഒരു എപ്പിസോഡ് ഇട്ടിരുന്നു. അതിന് വളരെ കുറച്ച് വ്യൂ ആണ് കിട്ടിയത്. വ്യൂ നിന്റെ താടി
അതെ അതെ, ആശം വീഴാത്ത തിരുവനന്തപുരത്തെ റോഡുകളില്ല. ആക്സിഡന്റ് അല്ലേ പണി കിട്ടിയോ? അതങ്ങനെയല്ല, ചുമ്മാ വഴി നടന്നു കഴിഞ്ഞാൽ നടുവെട്ടും. ഇത് മറ്റേ നിനക്ക് പഞ്ഞില്ലായിരുന്നു 2 ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് ആരും അറിഞ്ഞില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. ഇവന്റെ ചന്തി പറ്റാത്തതും ഇവന്റെ മേത്ത് പറ്റാത്തതുമായിട്ട് ഇത് ഈ നഗരത്തിൽ ടാറില്ലെന്ന് EMI അറിഞ്ഞത്. അല്ല, ഇനിയിപ്പോ പേരിൽ അടുത്ത ലോൺ എടുക്കാം, ഫോണും കൂടെ പോയി കഴിഞ്ഞാൽ രസമായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ സീനൻ ആനിമേഷന്റെ ഒക്കെ പ്രോപ്പർ എന്താ പറയാ ഒരു അൺഫിൽറ്റേർഡ് വേർഷൻ ഇവിടെ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ആയിരിക്കും ചെയ്യുന്നത്, പോഡ്കാസ്റ്റ് ചെയ്യില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ ഈ കണ്ടന്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ആരും താല്പര്യമില്ല, കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടന്റ് ചെയ്യുന്ന ഒബ്സൊലീറ്റ് ആണ്. ഇത് തന്നെ നിർത്തി ഞാൻ വെറുതെ ക്യാമറ സെറ്റപ്പ് ചെയ്ത് സമയം കളയുന്നേക്കാളും ഞങ്ങൾ ഇവിടെ ചുമ്മാ ഇരുന്ന് സംസാരിക്കുന്നത്. കൂടുതൽ കോൺസെപ്റ്റ്സ് ഉണ്ട്. അനദർ തിങ്, പിന്നെ നിങ്ങൾക്ക് ഇതിനെ നമുക്ക് കൗണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും കോൺസ്പിറസി തിയറീസ് ഉണ്ടെങ്കിൽ ഈ കമന്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇഫ് യു ആർ സംവെയർ ഒന്ന് DM ചെയ്യുക, ഓർ ഇഫ് യു ആർ സംവെയർ ഇൻ ട്രിവാൻഡ്രം. അതെ, ഞങ്ങളെ മീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതാകുമ്പോഴത്തേക്കും നമുക്ക് നമ്പർ ഉണ്ട്, ഇവന്റെ നമ്പർ ഉണ്ട്, ഇവന്റെ നമ്പർ ഉണ്ട്, എല്ലാം തന്നെ അവൈലബിൾ ആണ്, ഇഷ്ടം പോലെ ഉണ്ട്. ആർക്കൊക്കെ മെസ്സേജ് അയക്കാം. അങ്ങേയറ്റം പോയാൽ 35 മിനിറ്റ് താമസമാണ്. തിരുവനന്തപുരത്ത് കൊച്ചു പിള്ളേരെ കൊണ്ടൊന്നും ഈ സാധനം കാണാതിരിക്കില്ല, ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇടണം, അത് കട്ട് ചെയ്ത് ഡിസ്ക്ലൈമർ. അത് ഞാൻ മറ്റേ ഫ്രണ്ടില് മറ്റേ പബ്ലിക് കരുണ നിന്നോടാണ്, നിന്റെ അനിയനെ കാണിക്കരുത്. ഇപ്പോഴേ ബെർസർക്ക് എന്തോ വായിച്ചത്, 12 വയസ്സായിട്ടു. ആ ചെറുക്കൻ പറ്റിയ നശിഞ്ഞ് ഉള്ള കാര്യം പറയാല, ഇത് കണ്ടു കാണാണെന്ന് തോന്നുന്നത്. ചെറുക്കൻ ചീത്തയായി. അവന്റെ ആദ്യ കുർബാന എന്തോ ആയിരുന്നു, നല്ല പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്ക് ചെക്ക ഫുൾ ഡേ നമ്മുടെ കൂടെയാണ് നിൽക്കണം. മറ്റേ ചേട്ടാ മറ്റേ ഇതില്ലേ അതില്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവൻ ബെർസർക്ക് വായിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെക്കാട്ടിലും കൂതറിയാ. വീട്ടുകാർ സസ് അടിച്ചും തോന്നുന്നു വലിയ കാര്യമായിട്ട്. കാരണം അവന്റെ വീട്ടിൽ പോസ്റ്റർ കയറ്റാൻ പറ്റൂല, ഇപ്പൊ അനിമേ കോൺവെർസേഷൻ പറ്റൂല. അവിടെ അവന്റെ അമ്മ വന്നിട്ട് കരുണിന്റെ അമ്മ വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ, മക്കളെ നിങ്ങളെ കൂടെയൊക്കെയല്ല നടക്കണത്, അവൻ എഞ്ചിനീയറിംഗ് ഇത്ര പേപ്പർ പോയിട്ടുണ്ട്, നീ ഒന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് അവന്റെ അമ്മ വന്നിട്ട് ഞാൻ ഇനിയും പാസ്സായില്ലെങ്കിൽ അവനെ ഇനി എഴുതിക്കുന്നില്ല, മറ്റേ കച്ചവടത്തിന് കൊണ്ടുവിടുന്നു. ഇപ്പോഴത്തെ എക്കോണമിയിൽ നല്ലൊരു ആശയമാണ്, പൈസ ഇല്ലാത്ത. അതാ, പക്ഷെ അവന്റെ അമ്മ അടിപൊളിയാണ് കേട്ടോ, കിടിലാണ്, സൂപ്പറാണ്. അതുകൊണ്ടാണ് ചെറുക്ക് ഇങ്ങനെ നശിച്ചു പോകാൻ നടക്കണത്. ഇല്ലെങ്കിൽ എന്നേ കൈവിട്ട് പോയാലേ ദൈവമേ. ഫുൾ ടീം ബാൻഡർ ഇതിനകത്ത് കാണും. അതുപോലെ തന്നെ കുറെ ബാക്ക്ഗ്രൗണ്ട് പ്ലേയേഴ്സ് ഉണ്ട് ഇവിടെ, അവരെ ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും. ദേവ, ജയസ്, ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയർ പോഡ്കാസ്റ്റിന്റെ. ജയസിനെ വിളിച്ചോണ്ട് പറഞ്ഞു. ജയസ് ക്യാമറയുടെ മുമ്പിൽ എന്ത് ചെയ്താൽ ചാടില്ലാത്ത മനുഷ്യനാണ്. അപ്പം ഞങ്ങള് ചാടിക്കാനുള്ള ശ്രമം. കാരണം യൂഷ്വലി നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു മൈക്കിന്റെ, അതുപോലെ മൈക്കിന്റെ സംഭവം ടെക്നിക്കാലിറ്റി പുള്ളിക്കാരനാണ് മാനേജ് ചെയ്യുന്നുള്ളതുകൊണ്ട് ക്യാമറ ഫ്രണ്ട് വരുമല്ലോ, ബാക്കിൽ നിന്നിട്ടുള്ള പരിപാടിയൊക്കെയാണ്. ഇപ്രാവശ്യം നമുക്ക് കുഴപ്പമില്ല, മൈക്ക് ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി അഥവാ പബ്ലിക് നശിപ്പിച്ച് പോയില്ല തമ്പുരാൻ അറിയാം, എന്തായാലും ഒട്ടിച്ചു വെച്ചോ. പോയ 13,000 രൂപ, 13 20 എന്തോ ആണെന്ന് തോന്നുന്നു. പച്ച കത്തുന്നുണ്ട്. വിചാരിക്കാം. അത് പബ്ലിക് പ്ലേസ് ചെയ്തില്ലാലും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതായിരിക്കും അത്. അതുകൊണ്ട് ഈ മെറ്റല് മാറ്റിയിട്ട് വല്ല ഷർട്ടിലും ഒട്ടിച്ചു ഒട്ടിച്ചാൽ നിനക്ക് വരാൻ കുഴപ്പമില്ല. ഞാൻ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും നോക്കി സംസാരിച്ച പോലെ അതിന് ഞാൻ ചങ്ക് ഇങ്ങനെ വെച്ചായിരുന്നു. ആ മറ്റവനെ അത് വെട്ടി സ്റ്റിക്കറാക്കി നാളെ വേറെ വല്ല ഇടും. അതിലും ഇങ്ങനെ വെക്കുന്ന. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ടീമിന്റെ, അതായത് ഇവന്റിന് വന്നിട്ടുള്ളവരെല്ലാം ഞങ്ങളുടെ വോളണ്ടിയർ ടീമിനെ കണ്ടിട്ടുണ്ടായിരിക്കും. അറൌണ്ട് 15-20 പീപ്പിൾ ഉണ്ട്, 15-20 പേരുണ്ട്. അതെ, അസൈൻമെന്റ്സ്. അതുപോലെ തന്നെ കഴിഞ്ഞ കൊച്ചി പരിപാടിക്ക് ഞങ്ങൾ വിളിക്കാതെ ഞങ്ങളുടെ കൂടെ പണിക്ക് നിന്ന് കുറെ പിള്ളേരുണ്ട്. വലിയ നന്ദിയുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം പറയാൻ പറ്റിയില്ല. അതെ, ഭയങ്കര. ഒന്ന് റഷ് ഉണ്ടായിരുന്നു, 2 പരിപാടിയൊക്കെ തീർന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഗ്യാസ് തീർന്നു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാലും കിടന്നാൽ മതി എന്നായിപ്പോയി. അതുകൊണ്ട് ആരെയും കണ്ട് പറ്റിയ താങ്ക് യു പറയാൻ പറ്റിയില്ല. ഇതിൽ കൂടെ പറയുന്നു, ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. അടുത്ത പരിപാടിക്ക് വരുമ്പോഴത്തേക്കും ഞങ്ങൾ വന്ന് കണ്ട് സംസാരിക്കാം. വേണ്ട രീതിയിൽ കണ്ടോളാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളവരാണ് നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്യാം. തല്ലി തീർക്കുന്ന കായികപരമായി നേരിടും എന്നൊന്നുമല്ല, മാന്യമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പം കുറേ കാലമായിട്ട് കമന്റ് ഒന്നും നോക്കാത്ത കാരണം നെഗറ്റീവ് കമന്റ്, കാരണം നമ്മൾ കണ്ടന്റ് ഇടാറില്ലല്ലോ, പിന്നെ ആക്റ്റീവ് അല്ലല്ലോ, പിന്നെ വേറെ ആരും മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട്. കാരണം ലൈക്ക് ഓൾ ഓഫ് us has day jobs, which is another thing. ഇവന് കടയുണ്ട്, ഞാനിപ്പോൾ വേറൊരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരന് വേറെ പരിപാടിയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഫുൾ ടൈം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈമിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പരിഹരിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഇനി മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടന്റ് ഇടുന്നതായിരിക്കും എന്ന് അനുമാനിക്കാം. എന്ന് നമുക്ക് വിശ്വാസത്തിന്റെ പുറത്താണല്ലോ എല്ലാം ഒരു ഇതാണല്ലോ. പിന്നെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഒരാളെ ഹയർ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. സോ ഇഫ് യു ആർ സംബഡി ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്, ഇന്റേൺസ് സെറ്റപ്പ് ആയിരിക്കും, ലൈക്ക് പ്രോപ്പർ ആയിരിക്കും. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് തരും, പിന്നെ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്സ്, സാലറി ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ മെർച്ചൻഡൈസ് പരിപാടി എല്ലാം അവൈലബിൾ ആയിരിക്കും. ആനിമേ ഡിസൈനറിനെ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. If you are someone who draws and if you have ideas about anime, ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. പിന്നെ റെസ്യൂമേക്കുള്ള സംഭവം ലിങ്ക് താഴെ ഇട്ടേക്കാം. സോ യു ക്യാൻ സെൻഡ് യുവർ റെസ്യൂമേ ടു ദാറ്റ് ഇമെയിൽ. ബേസിക്കലി ആനിമേ കാണുന്നതിന് നിങ്ങൾക്ക് കാശ് കിട്ടും, which is a very vague way of putting it. പണി എടുക്കേണ്ടി വരും. പണിയുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ജോബ് ടൈറ്റിൽ അങ്ങനെ വേണേ പറയാം. അതാ, അതുമല്ല ഇന്റേൺസ് ആകുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് എക്സ്പീരിയൻസ് ആൻഡ് യു ക്യാൻ ഞങ്ങൾ ചെറിയ കമ്പനിയാണ്, കണ്ടാൽ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ലുക്ക് മാത്രമേ ഉള്ളൂ, പോക്കറ്റിലൊന്നുമില്ല, നന്ദി മാത്രമേ ഉള്ളല്ലേ. അല്ലല്ല, ഇന്റേൺസിന് സാലറി ഉണ്ടാവും. അല്ല, ഞങ്ങളുടെ വലിപ്പം കണ്ടിട്ട് പൈസക്ക് അത്രയും വലിപ്പം ഉണ്ടെന്ന് വിചാരിക്കരുത്. ഇന്റേൺസിന് മാന്യമായ സാലറി ഞങ്ങൾ മാർക്കറ്റ് റേറ്റ് എന്തായാലും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, അത് ഗ്യാരണ്ടി ചെയ്യും. അതുകൊണ്ട് പിന്നെ അതിനാലോചിച്ചാരും വിഷമിക്കുന്നില്ല. അന്ന് വന്നിട്ടേ ഇവന്മാരുടെ മറ്റേ നടപ്പ് മാത്രമേ ഉള്ളൂ, കയ്യിലൊരുണ്ടേ ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ. ഓ ഇല്ല, ഇന്റേൺ ആയിട്ട് നമ്മൾ ഹയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ശമ്പളം തരണം, മക്കളെ പേടിക്കണ്ട. മാന്യമായിട്ട് തുറന്നു പറഞ്ഞതാ, ശമ്പളം എന്തായാലും തരും. ഞങ്ങൾ അതിൽ സ്ട്രിക്റ്റാ. പക്ഷെ അതുപോലെ തന്നെ എല്ലാവർക്കും തീറ്റ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടി ഫുഡ് കറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ്സ് മൊത്തം പോകുന്ന തീറ്റയില്ല. സത്യം, നമ്മള് ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടീം ഡിന്നർ ഉണ്ടായിരുന്നു. ടീം ഡിന്നർ കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നുപേർക്കും കൂടെ മാത്രമേ ഫുഡ് കഴിച്ചാൽ കോർ ടീം മാത്രം പോയി ഫുഡ് കഴിച്ചിട്ട് എല്ലാം കൂടെ 10-12,000 രൂപ പൊട്ടി ഫുഡിന് മാത്രം. ഞങ്ങളുടെ കോർ ടീമിന്റെ രണ്ട് ടീമിന്റെയും കൂടെ ഫുഡ് മാത്രം. അപ്പം ഭക്ഷണത്തിന് നമ്മൾ വലിയ പരിപാടീസ് ഇല്ല എന്ന് പറഞ്ഞു എന്ന് വെച്ച് പരിപാടിയുടെ ക്വാളിറ്റിക്ക് ഒരു കുറവുണ്ടാവില്ല. വി ആർ ഗോണ ക്യൂറേറ്റ് ഇറ്റ് പേഴ്സണലി ദിസ് ടൈം. എനിക്ക് ഐ ഹാവ് an idea. സോ ഇഫ് യു ഗൈസ് ഹാവ് എ സജഷൻ ലെറ്റ് us know, കമന്റ് ചെയ്താൽ മതി. ക്യൂറേറ്റഡ് എക്സ്പീരിയൻസസ് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി ഇവന്റ് തന്നെ വെരി ക്ലോസ്ലി നിറ്റ് ക്യൂറേറ്റഡ് എക്സ്പീരിയൻസസ്. ഒരു 100-150 ആൾക്കാർ വിൽ ഡു എന്താ പറയുക, സർട്ടൻ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് എവറി ടൈം. അപ്പോൾ ഒരു ഇവന്റിലാണെങ്കിൽ വിൽ ബ്രിങ് ഇൻ സംബഡി ഹു ക്യാൻ മേ ബി ഡിഷ് കുക്ക്. റാമൻ ആണെങ്കിൽ മേ ബി റാമൻ വി ഹാവ് ഷെഫ് പീപ്പിൾ ഹു നോ ഹൗ ടു കുക്ക് പ്രോപ്പർ റാമൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി കൻ ഡു ദാറ്റ്. അതൊരു കൾച്ചറൽ എക്സ്പീരിയൻസ് പോലെ ഒരു പരിപാടി. ആൾക്കാരെല്ലാവരും വന്നിരുന്ന് ഒരു പോട്ട്ലക്ക് പോലെ മേ ബി വി കൻ ഡു എ പോട്ട്ലക്ക് പാർട്ടി. പോട്ട്ലക്കിന്റെ ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കൊച്ചിയിലൊരു സൈക്കോളജി സെഷൻ നടത്തിയിരുന്നു. അത് സൈക്കോളജി സെഷന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ നടത്തിയപ്പോഴത്തേക്കും കോൺവെർസേഷൻ ഓൺ സ്റ്റേജ്. താഴെ കുറച്ച് പേര് ഇൻട്രസ്റ്റഡ് ആയിട്ട് വളരെ കീനായിട്ട് കേൾക്കുമായിരുന്നു. കുറച്ച് പേര് ഭൂരിഭാഗം ആൾക്കാരും പിന്നെ അതുകൊണ്ട് ഇപ്രാവശ്യം സൈക്കോളജി സെഷൻ ആണെങ്കിൽ വളരെ ഇൻവൈറ്റ് ഓൺലി ആയിരിക്കും, കുറെ കൂടെ പേഴ്സണൽ ആയിരിക്കും. ലൈക്ക് യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. ആണെങ്കിൽ ഐ തിങ്ക് കഴിഞ്ഞ തവണ പലർക്കും വളരെ പേഴ്സണലായ ചോദ്യങ്ങളുണ്ട്. ആൻഡ് സൈക്കോളജി സെഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് വരാത്തവർക്ക് തോന്നുന്നുണ്ടായിരിക്കും വെറുതെ ഇറ്റ്സ് അബൌട്ട് ആനിമേ. അങ്ങനെയല്ല. അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മാനസികമായ പ്രശ്നമുള്ളതുകൊണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാരുള്ളതുകൊണ്ട് എന്താ പറയുക, ഇന്റേണലൈസ്ഡ് ആയിട്ട് ഇരുന്നിരുന്ന് അവർക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സെഷൻ കൊണ്ടുവന്നത്. വേറൊരു കാര്യം സംതിങ് വെരി സീരിയസ്. ജോഫി, പുള്ളിക്കാരിയുടെ ഫുൾ നെയിം ഞാൻ പറഞ്ഞത് ജോഫി ജോസഫ് എന്നാണ് പേര് തോന്നുന്നത്. കോട്ടയം കാരിത്താസില് ആണ് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്. സൈക്കോ ഓങ്കോളജിസ്റ്റ് ആണ്. അതെ, ഷീ വാസ് അമേസിങ്. പുള്ളിക്കാരിയുടെ ഇന്റൽ വാസ് വെരി ഗ്രേറ്റ്.
And the reason why we did that was because in last 6 months, I personally, experienced multiple people, committing. ഞങ്ങളുടെ തന്നെ ടീമിനകത്തും അതെ നമുക്ക് വളരെ പരിചയമുള്ള 2-3 സുഹൃത്തുക്കൾ എന്താ പറയാ അവർ സ്വന്തം ജീവൻ എടുത്തു. We don't know why or what happened. We let that be. കാര്യകാരണങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ബാഡ് ന്യൂസ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. that's why we took that serious step. അതുകൊണ്ട് ഒരു കുഞ്ഞു കാര്യങ്ങളാണ് വലിയൊരു ഓളം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് തുറന്നും അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസിലി ആക്സസിബിൾ ആയിട്ട് ആ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇവൻ്റാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. വി വുഡ് ബി ഡൂയിങ് സ്പെഷ്യലി ഫോർ ദാറ്റ്. പിന്നെ അതുകൂടാതെ കുറച്ച് ആനിമേ സ്ക്രീനിങ് കാണും, കുറച്ച് കൊമേഡി കാണും. പേഴ്സണലി ഈ ആൾക്കാർ നമുക്ക് കുറച്ച് ആൾക്കാർ വന്ന് ഒരുമിച്ചിരുന്ന് ഈ 2019-20 സമയത്ത് പ്രീ കോവിഡ് സമയത്ത് ഞാനൊരു വേറൊരു കമ്മ്യൂണിറ്റി ഒരു എന്താ പറയുക പോയട്രി കമ്മ്യൂണിറ്റി ഇവിടെ ട്രിവാൻഡ്രത്ത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം വി യൂസ് ടു ഹോസ്റ്റ് ഓപ്പൺ മൈക്സ് ആൻഡ് സ്റ്റഫ്. ഒരു 20-25 പീപ്പിൾ ഒരു ഈവനിങ്, വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ വിൽ കം അപ്പ്, വിൽ ഷെയർ സ്റ്റോറീസ്, പോയട്രി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്സ് ഇപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ആയി പോകുന്നുണ്ട്. സോ ഇഫ് വി ക്യാൻ ഹോസ്റ്റ് ആൻ ഇവൻറ്റ് അറൌണ്ട് ദാറ്റ് ഒരു വോളിയം, മറ്റേ വലിയ എക്സ്ട്രാവഗന്റ് പരിപാടി ഒന്നും ആയിരിക്കില്ല, വളരെ സ്മോൾ പരിപാടി. ഇനിയിപ്പോൾ എന്തായാലും ഈ അടുത്തൊന്നും ഇല്ല. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമ്മുടെ എല്ലാ ഇവന്റിനും സ്ഥിരമായിട്ട് വരുന്നൊരു 50-75 പീപ്പിൾ ഉണ്ട്. ആൻഡ് ഓൾ ഓഫ് ദം ഇൻ യുനാനിമസ് വോയിസ് സെഡ് ദാറ്റ് ദേ ഡിഡ്ന്റ് എൻജോയ് ഇറ്റ്. പക്ഷേ ടു അസ് ആസ് എ കമ്പനി ഇറ്റ് വാസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. വലിയ പരിപാടിയായിരുന്നു, ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു, സൈക്കോളജി സെഷൻ ഉണ്ടായിരുന്നു. വി വെർ ഏബിൾ ടു ഹോസ്റ്റ് എ ബിഗ് ടീം. We had guests, we had multiple teams running multiple programs, we had a lot of vendors. As a team, as a company, as coordinators, it was very great. പക്ഷേ as a community it was a let down, I think. Community comes first. അതാണല്ലേ കമ്മ്യൂണിറ്റി മീറ്റപ്പിന്റെ മെയിൻ സംഭവം. അപ്പോൾ കമ്മ്യൂണിറ്റി എൻജോയ് ചെയ്തില്ല, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫെയിൽ പരിപാടി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം 100 പേർക്ക് 150 പേർക്ക് മാത്രം പങ്കെടുത്താൽ മതിയോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. വി ആർ പുട്ടിങ് ദ ലേ ഔട്ട്. വൈകാതെ തന്നെ അനൗൺസ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ മ്യൂസിക്കുമായിട്ട് എന്ത് റിലേറ്റഡ് ഉണ്ടെങ്കിലും ആശാനാണ് ഞങ്ങളുടെ ആശാൻ. ഞങ്ങളുടെ എല്ലാ ഇതുവരെയുള്ള അതായത് ഇവൻറ്റ്സിന് വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഇവിടെ ഇതുവരെയുള്ള എല്ലാ മ്യൂസിക് പരിപാടിയുടെയും ഡയറക്ടർ ഇദ്ദേഹമാണ്. നിതിൻ വിനയൻ / മുടിയൻ. പിന്നെ അതുപോലെ തന്നെ JS-ഉം. ഇവർ രണ്ടുപേരും ആണ് നമ്മുടെ പരിപാടി എല്ലാം ക്യൂറേറ്റ് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് സംഭവം ഓർഗനൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് നല്ലൊരു ഔട്ട് തരുന്നത്. എസ്പെഷ്യലി ദ കോൺസേർട്ട് ആൻഡ് ദി സൗണ്ട് സെക്ഷൻ ആണ് സൂപ്പറാണ്. പെർക്കഷനിസ്റ്റ് ആണ്, പിന്നെ വായിക്കാത്ത ഇൻസ്ട്രുമെന്റ് ഒന്നും ഇല്ല, കാണാൻ ഒരു ലുക്ക് ഇല്ലാന്നേ ഉള്ളൂ. അതാ നീല കളർ തലമുടിയാണ്. നിങ്ങൾ എവിടെ തിരുവനന്തപുരത്ത് കണ്ടാലും പോയി സംസാരിക്കണം. ഭാവിയിലെ ഒരു വലിയ ആളാവും. അല്ലേലും ഇത്ര ദാരിദ്ര്യത്തിലാണ് നിൽക്കണത്, എനിക്ക് ഇനി ഇതിന്റെ താഴോട്ട് പോകാൻ വയ്യ. ചിലവരെ ബിസിനസ് ടൈക്കൂണൊക്കെ ആയിക്കളയും, പറയാൻ പറ്റൂല. പെർക്കഷൻ ഇൻസ്ട്രുമെന്റിന്റെ ലോകത്ത് പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് ലോകത്ത് കഹോൺ പഠിക്കണം എന്നുണ്ടെങ്കിൽ വിനയനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഫീസ് ഉണ്ട്, ഫ്രീ ആയിട്ട് പഠിപ്പിക്കത്തില്ല. സാറിന്റെ രോദനം നിങ്ങൾ അറിയണം. എല്ലാം വന്നിട്ട് ക്ലാസ് കാണുമ്പോ പറയാ ശരി, ഫീസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ശരിങ്ങാമി സർവീസിന്റെ വക ഒരു 10% ഡിസ്കൗണ്ട് തരും. അപ്പൊ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് 10% ഓഫ് ഉണ്ടായിരിക്കും. നമ്മൾ ആൾക്കാർക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ DM ചെയ്താൽ നമ്മൾ കോഡ് അയച്ചു തരാം. പിന്നെ ലൈക്ക് നമ്മുടെ അനിമേ കലണ്ടേഴ്സ് ആർ നൗ ലൈവ്. എടാ അനിമേ കലണ്ടേഴ്സ് ആർ നൗ ലൈവ്. ലാസ്റ്റ് ഇയർ നമ്മളെ സംഭവം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഇയർ കലണ്ടർ പർച്ചേസ് ചെയ്ത കുറച്ച് ആൾക്കാർ ഈ വർഷവും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ സെൻഡ് ദം a very personalized mail along with the product. അപ്പോൾ
എല്ലാം വിത്ത് പ്രോഡക്റ്റ് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് വിത്ത് സം ഗുഡീസ്, പിന്നെ ഈ കോഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾ 100 കലണ്ടർ അടിച്ചിട്ടുള്ളൂ. എല്ലാത്തിനും ഓരോ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത്തവണത്തെ ഈ 100 എണ്ണത്തിൽ 1 സീരിയൽ നമ്പർ ഈസ് മാർക്ക്ഡ് ഇൻ അവർ സ്പെഷ്യൽ ഡയറി. അതിനൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഒരു സീക്രട്ട് പിക്ക് എന്നുള്ള സ്കീമിൽ അടുത്ത പരിപാടിയിലായിരിക്കും അത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ മേടിക്കുന്നവരുടെ എല്ലാം ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ആക്ച്വലി മെയിലുള്ളത് കൊണ്ട് വി വിൽ ബി അനൗൺസിങ് ദ നെയിം ആൻഡ് ദ സീരിയൽ നമ്പർ ഓഫ് ദി കാലണ്ടർ. ഇപ്പോൾ ഗിഫ്റ്റ് ഒന്നും ആയിരിക്കില്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ് യു വിൽ റിമെമ്പർ ഫോർ യുവർ ലൈഫ് ആൻഡ് ഇറ്റ്സ് ഗോണ ബി സംതിങ് റിലേറ്റഡ് ടു ആനിമെ ഓൾസോ. അപ്പം എല്ലാവരും മേടിക്കുക. നിങ്ങൾ വിചാരിക്കും നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് എന്ത് സംഭവം കൊടുക്കുന്ന എന്ത് സന്തോഷം കിട്ടുമെന്ന്. സന്തോഷം എന്നതിലുപരി വെൻ വി സ്റ്റാർട്ടഡ് ദിസ് കമ്പനി, ഞാനും ഇവന്റെ ഉമ്മി തന്ന ചായ കുടിച്ചുകൊണ്ട് തുടങ്ങുന്ന സമയത്ത് ഇറ്റ്സ് ജസ്റ്റ് 2 of us. 2 പേരുടെ 3 പേരുടെ ടീമായി, 3 പേരുടെ 4 5 പിന്നെ 4 പിന്നെ 3 ഇപ്പൊ പിന്നെ 2 അവൻ ചത്തിട്ടില്ല. അല്ല ഉണ്ട്, എന്നാലും അളിയ ഹയാറ്റസിലാണ്, അളിയ വൺ പീസ് പോലെയാണ്. ഇടയ്ക്ക് ഷാങ്സിനെ പോലെ വർഷത്തിൽ ഒരിക്കൽ വരും. ഇത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലെന്ന് പറയരുത്. ഈ ഇടയ്ക്കാ പോയത് ചെറുകെ. അന്ന് തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഫസ്റ്റ് ഇവന്റ് നടത്തുന്ന സമയത്ത് ഇറ്റ് വാസ് എ കമ്മ്യൂണിറ്റി ഓഫ് ജസ്റ്റ് 30 people. ആൻഡ് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വി ഹാവ് അറൌണ്ട് 400 people. So ഫോറിനർ ആക്റ്റീവ് വാട്സ്ആപ്പ് പീപ്പിൾ, ദെൻ വി ഹാവ് ഓൺലൈൻ കമ്മ്യൂണിറ്റി, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് എല്ലാം കൂടെ വരുമ്പോൾ 10,000-15,000 പേരുണ്ട്. അപ്പോൾ കമ്പനി എന്ന നിലയ്ക്കും കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്കും ആസ് എ പേഴ്സൺ ഹു യൂസ് ടു വാച്ച് ആനിമെ പ്രീ കോവിഡ്, ഇറ്റ്സ് എ ബിഗ് തിങ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ഉള്ളിൽ പേടിയുണ്ട്, ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാത്ത. ആദ്യം തന്നെ വീഡിയോ ഇല്ല കേട്ടോ. വി ഹാവ് ഐഡിയാസ്, ബിസിനസ് പ്ലാൻ, സംഭവങ്ങളൊക്കെ സെറ്റാണ്. പക്ഷേ സ്റ്റിൽ കുറെ കാര്യങ്ങൾ നമ്മളെ കൺട്രോളിൽ ഇല്ലാത്തത് കൊണ്ട് ടോം ഹാങ്ക്സ് പറയുന്നല്ലേ ഇറ്റ് വിൽ പാസ്. See, we have an idea about the company's growth, the community, what we want to do for the community. പിന്നെ എന്നാന്ന് വെച്ചാൽ എണ്ണം കൂടുമ്പോൾ വലുതാകും തോറും പല എന്താ പറയുക സ്റ്റെപ്പുകളും പഴച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. മാക്സിമം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇറ്റ്സ് എ വെരി ബിഗ് ഓണർ ടു ഹോസ്റ്റ് ദീസ് മച്ച് പീപ്പിൾ. ആൻഡ് എന്താ പറയുക, ഇപ്പം ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ആനിമെ കമ്മ്യൂണിറ്റിയിലും ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ മീ, ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ അവർ ഹോൾ ടീം. അത് ഒരു നീഷ് സ്പെസിഫിക് ആയിട്ട് ഇത്ര ആൾക്കാരെ കൊടുക്കീഴിൽ കൊണ്ടുവരിക. അതായത് ഇപ്പം ഞങ്ങൾക്ക് ടീമുകളുടെ ബേസിക്കിൽ തന്നെ അറിയാം. മല്ലു ആനിമേ ഡബ്സ് ഉണ്ട്, കോൺസേർട്ടിനായിട്ട് മുടിയൻ ലീഡ് ചെയ്യുന്ന ടീമുണ്ട്, ഞങ്ങളുടെ ടീമുണ്ട്, പിന്നെ ബാക്കി ഒരുമാതിരിപ്പെട്ട ടീമെല്ലാം ഞങ്ങൾ 3 പേരും ഡിസൈനിങ്, ഓപ്പറേഷൻസ്, മാനേജ്മെന്റ്, ഫൈനാൻസസ്, ഡ്രൈവർ, ബൗൺസർ എല്ലാം. അയ്യോ, എന്നെ ഓർമ്മയുണ്ടാവും അന്ന് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത്. അന്ന് ഈ പറഞ്ഞാല് എനിക്ക് ട്രിവാൻഡ്രത്ത് വേറെ അങ്ങനെ ആനിമെ കാണുന്ന ആൾക്കാരെ ഒന്നും അറിഞ്ഞൂടാ. അതാണ് തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നവനെ ഞങ്ങള് കണ്ടുപിടിച്ച കൊച്ചിന്ന്. നിങ്ങൾ നിമിത്തം ഒന്നാലും നമ്മളെ മറ്റേ വേറൊരു പരിപാടിയുടെ പ്ലാൻ എന്റെ ചേച്ചിയുടെ ഫ്ലീ നടന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞ്, എന്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് ടീഷർട്ടിന്റെ തന്നെ. ഇവിടെ കൊള്ളാല്ല, കിടില സാധനം, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു സാധനം. നമ്മുടെ ടീം എല്ലാം കളഞ്ഞു കിട്ടിയവരാട്ടോ, എല്ലാം വഴി നോക്കിയതാ. ജുബൈർ ഒരു പരിപാടിക്ക് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് കയറി വേണ്ടി കയറി കഴിഞ്ഞ് പിന്നെ പോയിട്ടില്ല. ഇപ്പൊ പിന്നെ ഫുൾ സ്ഥിരം. അതുപോലെ തന്നെ അഡ്ലിൻ, ജോ, അശ്നി, അതിലാണ് പറഞ്ഞത്. അതിലാണ് മറ്റേ അതിലാണ് സിഗ്നിഫിക്കന്റ് കളഞ്ഞിട്ട്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞവൻ അവനാണ്. അതായത് ഞങ്ങളുടെ എല്ലാം കുഞ്ഞനിയൻ അവനാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കൊച്ചി ഓവർ ബോർഡിന്റെ ഷൗട്ട് ഔട്ട്. ബിക്കോസ് കൊച്ചി ഓവർ ബോർഡിന്റെ പരിപാടി ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടാണ് ഈ പരിപാടി എന്തുകൊണ്ട് നമുക്ക് ചെയ്തു. നമ്മുടെ 2 ഇവന്റിൽ ഒരെണ്ണത്തിൽ ശശാം വന്നു, ഒരെണ്ണത്തിൽ കാർത്തിക് സൂര്യ വന്നു. ജോയൽ വാസ് എ ഹ്യൂജ് ഹെൽപ്പ് ഫ്രം ജോയൽ. കൊച്ചി ഓവർ ബോർഡിന്റെ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ആണ്. There is a huge help in whatever we do. അതുപോലെ തന്നെ കൊച്ചിന്ന് കുറച്ച് പുതിയ പിള്ളേരൊക്കെ, യാസിൻ, പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ പിള്ളേരൊക്കെ, പലരുടെയും പേര് മറന്നു. സോറി, ആ തിരക്കിനിടയ്ക്കും ആ ടെൻഷനിടയ്ക്കും പലരുടെയും പേര് മറന്നു. മൂൺബെയർ, അവൻ നിഖിൽ, അവനായിരുന്നു നമ്മുടെ കഴിഞ്ഞ പരിപാടിയിലെ
ബ്ലീച്ചിലെ ഇച്ചിഗോ ആയിട്ട് വന്നത്. ഇച്ചിഗോട്ടോ പാവപ്പെട്ടവൻ അവന്റെ വാള് 7,000 രൂപ കൊടുത്ത് തേക്കും തടി ചെയ്താണ്. അതിന്റെ ഫോട്ടോ ഞാൻ ഇൻസേർട്ട് ചെയ്യാം. അതെ, ആ സമ്മതിക്കണം, നീ വേറെ ലെവലാണ്. അത്ര ആ സാധനം ചുമന്ന് നീ കോട്ടയത്തുനിന്ന് എറണാകുളം വണ്ടി പിടിച്ച് വന്നത് അത് തന്നെ വലിയ കാര്യം. നീ വന്നു തന്നെ വലിയ കാര്യം. പിന്നെ അതുപോലെ തന്നെ ഒരു മേക്കപ്പ് സ്കൂൾ, അവരുടെ പേരെന്തായിരുന്നു? ലാക്മി. എടപ്പള്ളി മേക്കപ്പ് സ്കൂൾ. അവരാണ് മറ്റൊരു ടീം വന്നത്. they were also good. അവരെ കഴിഞ്ഞ ഞങ്ങളുടെ കൊച്ചി ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് ആൾക്കാർ വരുന്നല്ലോ. ട്രിവാൻഡ്രത്ത് ഓഡിയൻസ് ഇസ് ഫൺ ടു ബി ഫെയർ. ഇനി കൊച്ചിയും ട്രിവാൻഡ്രം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി, ബയസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ. പക്ഷേ സ്റ്റിൽ ഐ വിൽ ചൂസ് ഇവിടുത്തെ എൻഗേജ്മെന്റ് ഓഫ് ദ ക്രൗഡ് ഇസ് ലൈക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. തള്ളി പറയുന്നല്ല, അല്ലല്ല, യു ഗൈസ് ആർ ഗ്രേറ്റ് and we are not that കൊച്ചി versus ട്രിവാൻഡ്രം guys. അല്ല, രണ്ട് സിറ്റിയും ഒരുപോലെയാണ്. അതുപോലെ എവരിബഡി ഹാസ് fun in both the cities. എവരിബഡി ഹാസ് their pros and cons. സിറ്റിയിലും ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. പിന്നെ കൊച്ചിയിലെ ആൾക്കാരുടെ എനർജി ഇല്ല ഇവിടുത്തെ ആൾക്കാർക്ക്, ഇവിടുത്തെ ആൾക്കാരുടെ എൻഗേജ്മെന്റ് ഇല്ല കൊച്ചിയിലെ ആൾക്കാർക്ക്. അപ്പൊ രണ്ടിനും ഒരു ബാലൻസ് ഉണ്ട്. ഡിപ്ലോമാറ്റിക് ആൻസർ. പിന്നെ ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ സപ്പോർട്ടാണല്ലോ, എന്നാലും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ കോഴിക്കോടുള്ള പീപ്പിൾ എല്ലാവരുടെയും മെസ്സേജ് കാണാറുണ്ട്. ഞങ്ങൾ ആക്ച്വലി കോഴിക്കോട് ഒരു ടീമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വി വിൽ ബി ഡൂയിങ്, ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 100-150 പേരുടെ ഒരു ക്ലാസിക് പരിപാടി ഈസ് വാട്ട് വി ആർ പ്ലാനിങ്. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ബിക്കോസ് വി ഹാവ് മോർ സ്പേസസ് ദേർ. സ്പേസ് എന്നതിലുപരി വി വാണ്ട് ടു ഇന്ററാക്ട് വിത്ത് യു ഗൈസ്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, വൈ ഡു യു ജോയിൻ അസ്, വാട്ട് ആനിമേ യു വാച്ച്, വൈ ഡു യു ഹേറ്റ് ദിസ് ക്യാരക്ടർ, എങ്ങനെ നിങ്ങൾ ഒരു ഒട്ടാക്കോ ആയി. അതെ, these were the things that we actually used to discuss in എന്താ പറയുക, ഈ കൊച്ചി ഇവന്റിന് മുമ്പ് വരെയുള്ള എല്ലാ പരിപാടിയിലും ഞങ്ങൾക്ക് ആക്ച്വലി ആൾക്കാരെ കാണാനുള്ള സമയം കിട്ടുമായിരുന്നു. കഴിഞ്ഞ പരിപാടിയിൽ അങ്ങനെ ഒരു ഓപ്ഷനേ കിട്ടിയില്ല. അത് അവസാനം ഫമീഷ പറഞ്ഞപ്പോഴാണ് ഞങ്ങളും ഓർക്കുന്നത്. നമ്മൾ അഡ്രസ് ചെയ്തേ ടു ബി ഫെയർ. കാരണം ഈ വലിയ പരിപാടി ചെയ്യുമ്പോഴത്തേക്കും ആ ഗ്രാൻഡ് സംഭവം ഇസ് ഗുഡ് ഫോർ ദ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. കുറെ ആൾക്കാർ അറിയുന്നു, ആ സ്റ്റിഗ്മ കുറഞ്ഞു പോകുന്നു. പക്ഷെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന, ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന അത് നമ്മൾ ആ ഡയറക്ഷനോട്ട് പോകുന്നില്ല. ബിക്കോസ് വി ആർ നോട്ട് സപ്പോർട്ടീവ് ഓഫ് സ്റ്റീരിയോടൈപ്സ്. അതെ, അനാവശ്യ ഹേറ്റ് ഉണ്ട് ടു അവർ കമ്മ്യൂണിറ്റി. ആൻഡ് അതുകൊണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അങ്ങനെ ഹേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇഫ് യു ലൈക്ക് സംതിങ് ഇറ്റ്സ് ഗുഡ്. If you don't like it, keep it yourself. Such is life, philosophy by വില്ലൻസ് ആകെ കണ്ടു തീർത്തു. I have no enemies. ഇറങ്ങി കഴിഞ്ഞു. I am a Sheldon Cooper fan. I have my own list. ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഷെൽഡൻ കൂപ്പർ ഇഷ്ടമല്ല. വെച്ചതാണെന്ന് പറയും, എന്തോ ഇഷ്ടമല്ല. ചോറി സ്വഭാവമാണ് അഴുകി ചെറുക്കാൻ. ബിഗ് ബാങ് തിയറിയിലോ എനിക്ക് പ്രത്യേകിച്ച് വലിയ ഫാൻ ബോയ് ഒന്നും കാര്യം പറയാനും എനിക്ക് അവനെ ഇഷ്ടമാണ്. ഷെൽഡന്റെ ചേട്ടനുണ്ടല്ലോ, ജോർജ് കൂപ്പർ. അതാ കഴിഞ്ഞിട്ട് അടുത്ത ജോർജിയുടെ അത് ജോർജ് നൈസ് ക്യാരക്ടറാണ്. ഞങ്ങൾ സീരീസും കാണാറുണ്ട് സുഹൃത്തുക്കളെ. വി ഡു ഹാവ് എ ലൈഫ്. That was not a jab. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമേ മാത്രമല്ല, അതിപ്പം അത് പറയാനിരിക്കുന്നത് കാര്യം. ഞങ്ങൾ ഈ പറഞ്ഞ സൈക്ക് സെഷൻ ഇപ്പൊ പലരും സ്വന്തം റിയാലിറ്റി വിട്ട് ആനിമേ റിയാലിറ്റി ജീവിക്കുന്ന കുറച്ച് പേരെ ഞങ്ങൾക്കറിയാം. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി റീച്ച് ഔട്ട് സമ്മൺ ദാറ്റ് യു നോ, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഉറപ്പുള്ള ആരെങ്കിലും കാണുക. ആനിമേ കണ്ടെല്ലാം ശരിയാക്കാന്നുള്ള ചിന്താഗതി. അതും ദാറ്റ് ഈസ് റിയലി ബാഡ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ജിമ്മും ആനിമയും കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ ലേൺ ടു ടോക്ക് അബൌട്ട് യുവർ പ്രോബ്ലംസ്. ഇതിനിടയ്ക്ക് കുറച്ച് സിഗ്മകൾ കാണുമെന്ന് എനിക്കറിയാം, ഉണ്ണാക്കന്മാരാന്ന് പറയുന്നത്. പക്ഷേ അവസാന നിമിഷം കത്തിയെരിഞ്ഞ് മൂഞ്ചി തുപ്പി ഇരിക്കുമ്പോൾ തലേ ദിവസം വരെ കണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആള് അടുത്ത ദിവസം വരെ അനക്കൊന്നും കാണില്ല. 3-ന്റെ അന്ന് ആൾക്കാർ വേണ്ടി അറിഞ്ഞ സംഭവിച്ച്
എന്ന് പറയുമ്പോഴത്തേക്കുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് വളരെ മോശമാണ്. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴും എൻകറേജ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഏറ്റവും അവസാനത്തെ സൊല്യൂഷൻ എന്നുള്ള രീതിയിലായിരിക്കാം ചെയ്യുന്നത്. പക്ഷേ there are other people affected by it. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ്, ഫ്രണ്ട്സ്, അക്വൈൻറ്റൻസസ് വരെ. ഒരു പരിചയമില്ലാത്തവരെ അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു വിഷമമുണ്ട്. ലൈക്ക് ഇപ്പൊ ചോദിക്കാതിരിക്കും അത് ഓർത്തോണ്ടാണോ ജീവിക്കുന്ന? അല്ല, എവരിബഡി ഹാസ് ടു ലിവ്. അപ്പം മുമ്പോട്ട് ജീവിതത്തിന് മുന്നോട്ട് പോകുമ്പോൾ അവരവരുടേതായ വാർഡിന് പോകും. പോയവർക്ക് പോയി. വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്സിലോട്ട് വന്നു. സോ ബാക്ക് ടു ദ ഹോൾ ഐഡിയ. കൊണേഡി ഈസ് ദയർ, സീരിയസ് സ്റ്റഫ് ഉണ്ട്. ദിസ് ഈസ് ബേസിക്കലി ലൈക്ക് എന്താ പറയുക, വ്ളോഗ് എന്നുള്ളൊരു ഒരു സംഭവത്തിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആൻഡ് വിൽ ബി ടോക്കിംഗ് അബൌട്ട് എവറിഥിങ് എക്സെപ്റ്റ് പൊളിറ്റിക്സ്. പാട്ടോടും അല്ലല്ല അങ്ങനെ ആ അൺപ്ലഗ്ഡ് അല്ല, അതൊരു നൈസ് ആംഗിളാണ്. നല്ലൊരു പേരാണ് കേട്ടോ, ഷിനിഗാമി അൺപ്ലഗ്. അപ്പൊ നമുക്ക് ടൈറ്റിലിനെ ആകെ കിട്ട 10 രൂപയാണ് തരാം. അപ്പൊ ടൈറ്റിൽ മാറ്റി കെട്ടിപ്പിടിച്ച 2 ഉമ്മാരാ. ഞാനും തരാം, ഇപ്പുറത്തെ സൈഡിൽ ഇവരുണ്ട്. അപ്പൊ നമ്മുടെ ഷിനിഗാമി അൺപ്ലഗ്ഡ് എന്ന സീരീസിന്റെ പേര് നാമകരണം ചെയ്തേക്കാണ്. പുതിയ ടൈറ്റിൽ ചെയ്യാൻ അതിനെ വിളിച്ചത് സാംസ്കാരിക എല്ലാത്തിനും സാംസ്കാരിക ടൈറ്റിൽ. അതാ ഇതിന് പുതിയൊരു ടൈറ്റിൽ ചെയ്യുന്നതായിരിക്കും. തട്ടിക്കൂട്ടായിരിക്കും. ബിക്കോസ് ഇന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ശനിയാഴ്ച 9-ാം തീയതി നവംബർ 12 ലൈവ് പോകും. അതെ, അപ്പം തട്ടിക്കൂട്ട് ടൈറ്റിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശരിയാക്കുന്നതായിരിക്കും. ഇഫ് ഐ ഡു നോട്ട് ഹാവ് വർക്ക് പ്രഷർ 11 അല്ലെങ്കിൽ 12 ലൈവ് പോകും. മാക്സിമം ആരും ഒന്നും വിചാരിക്കില്ലേ എന്നെ ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചിട്ടാണ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ ഇറങ്ങുന്നത് പറഞ്ഞ് വിളിച്ചത്. ഞാൻ പുള്ളിക്കാരൻ ഷവർമ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇപ്പൊ ഷവർമ ഇവിടെ ഇരിക്കുന്നത്. പറയാം. നിങ്ങൾക്ക് എന്താ പറയാ, നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവരുടെയും നാക്കിന്റെ ശക്തി അറിയാവുന്നത്. അതിനകത്ത് എല്ലാവരും ഉണ്ട്, ഒരുമാതിരിപ്പെട്ട ടീം മെമ്പേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. ഇനി കാണാത്തവരായിട്ട് അസുന, അഡ്വിൻ, പിന്നെ ആരൊക്കെയാടാ, പിന്നെ കുറച്ച് അഡ്വിൻ, ദേവ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അഡ്ലിൻ, വാണി, വാണി, ജയസ്, അശ്നി, ബാലൻ വരേണ്ടതായിരുന്നു. ബാലൻ ഇപ്പൊ കാനഡ പോയി. അശ്നി ചേച്ചിയുടെ എപ്പിസോഡ് നമ്മൾ കുറെ നാളുകൊണ്ട് ഇങ്ങനെ കറങ്ങി ഇരിക്കുകയായിരുന്നു. പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടില്ല. മേ ബി തിരക്കില്ല. അതെ. അതുപോലെ തന്നെ പോഡ്കാസ്റ്റിന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. ഞങ്ങൾ പറഞ്ഞ പോലെ ഈ ദൂരത്തിന്റെ ഇഷ്യൂ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം. ദൂരത്തിന്റെ ഇഷ്യൂ ഒരു സീരിയസ് കൺസേൺ ആണെങ്കിൽ നമുക്ക് അൺപ്ലഗ്ഡ് ചെയ്യാം. യെസ്, അൺപ്ലഗ്ഡ് എന്തായാലും സിറ്റിക്കകത്തായിരിക്കും. അതെ, നേരമില്ലാത്ത നേരത്തെ സമയം കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരിക്കും. അതെ, എന്തായാലും ഇനി മുതൽ കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദൃഢമായ തീരുമാനം. മുന്നോട്ട് പോയി കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല. എന്നാലും മാക്സിമം ഞങ്ങളുടെ വാക്ക് പാലിക്കാൻ ശ്രമിക്കും. നിങ്ങളും കൂടെ നിൽക്കണം. അതെ, അതാണ് മെയിൻ. നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ അനുസരിച്ച് കോണ്ടന്റും കാര്യങ്ങളും കൺസിസ്റ്റന്റ് ആയിട്ട്. അതുകൂടാതെ ഞങ്ങൾക്കൊരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ചാനലുണ്ട്. 2 വീഡിയോ ചെയ്തിട്ടുള്ളൂ. വൈകാതെ അതും ആക്റ്റീവ് ആക്കുന്നതായിരിക്കും. പറ്റിയ നാളെ ഒരു എപ്പിസോഡ്. ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷ് ലാംഗ്വേജ് അത് ചെയ്യുന്നില്ല നമുക്ക്. ഇങ്ങനെയൊക്കെ ഇന്ത്യൻ ഇംഗ്ലീഷ് ആൾക്കാരെ അംഗീകരിക്കുന്ന ഡയലക്റ്റ് ആണ്. ഇന്ത്യൻ ഇംഗ്ലീഷിന്റെ കുഴപ്പമില്ല. സംസാരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വയല് പച്ച തെറിയായിരിക്കും വരുന്നത്. അയ്യോ, അതൊന്നുമില്ല. ഇംഗ്ലീഷ് ചാനൽ അൺപ്ലഗ്ഡ്. ഞാനാണ് സെൻസർഷിപ്പ്. എന്റെ പല വീഡിയോസും പല ആക്ഷൻസ് ഈ തെണ്ടികള് കട്ട് ചെയ്തതാണ്. അതെ, യൂഷ്വലി സാധാരണ ഒരു വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി 4 hours 5 hours മതി. ഇവൻ ഉണ്ടെങ്കിൽ അതിന് 9 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ആവും. ഞാൻ വേണ്ടി ഇരുന്ന് കട്ട് ചെയ്ത്. അതായത് ഇപ്പൊ ഞങ്ങള് തെറിവാക്കുകളുടെ ഓഡിയോ വേവ് പഠിച്ചു കഴിഞ്ഞു. ഞാൻ കുറെ തെറിയുടെ ഓഡിയോ വേവ് പഠിച്ചു. അടിപൊളിയാണ്. ഇപ്പൊ എനിക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മ നമ്മള് പറയുന്ന ആ ഒരു എപ്പിസോഡ് അവന്റെ കൂടെ യവ അങ്ങ് വാ തുറന്ന് പിന്നെ അങ്ങോട്ട് പൂരപ്പറപ്പായിരുന്നു. അത് നീ അത് കട്ട് ചെയ്ത് കളഞ്ഞെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ എന്റെ വേവ് ഫോം കണ്ടുപിടിച്ച്. വേവ് ഫോം മാത്രല്ല, ഞാൻ തെറി പറഞ്ഞില്ല. ഋഷി ഇരുന്നേല ഞാൻ തെറി പറഞ്ഞ പാവപ്പെട്ടവനെ ഇരുന്ന് ഞങ്ങൾ ഊക്കി. ഋഷി അവിടെ ഇരുന്ന് സമാധാനമായിട്ടിരുന്നപ്പോഴത്തേക്ക് ഇതേ വരുന്ന വാതിലും തന്നെ കയറി വരും. ഋഷി അവിടെ ഇരുന്ന് വരക്കണേ. നല്ല എപ്പിസോഡായിരുന്നു. പക്ഷെ ആരൊക്കെ കമന്റ് ഇട്ടേക്കുന്നുണ്ട് ഋഷിയെ ഊക്കാൻ വേണ്ടി ഒരു എപ്പിസോഡ് വിട്ടത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവനായിട്ട് വന്ന് വീണതാ. നമ്മളെ പ്രതീക്ഷിച്ചൊന്നും ഇല്ല. പിന്നെ എല്ലാ എപ്പിസോഡിലും ഒരേ വേട്ടമൃഗം ഉണ്ട്. എല്ലാരെയും പറ്റി വിളിച്ചു വരുത്തി ഊക്കണല്ലേ. എല്ലാവർക്കും അറിയാം ഇവിടെ ഊക്ക് കിട്ടുമെന്നുള്ളത്.
നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ ഈ വരുന്നവരെല്ലാം ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഞങ്ങളുടെ ടീമിലുള്ളവരാണ്. പിന്നെ ഈ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം ആവും. അത് വേറെ കാര്യം. ഈ കമ്മ്യൂണിറ്റി മീറ്റപ്പിന് വന്ന് ഇപ്പൊ മറ്റേ കമ്മ്യൂണിറ്റി മീറ്റപ്പ് നമ്മുടെ പിള്ളേരെ വെച്ച് നടത്താം. അതാണ് മെയിൻ പ്രശ്നം. എല്ലാവരും മറ്റേ ഈ ഒരു സെറ്റപ്പ് ആയി. അതായത് ഒരു ഫാമിലി എന്നുള്ള ഒരു സ്കീമാണ്. മക്കളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 15 പേര് വിളിയാക്കും. അതുകൊണ്ട് ഇപ്പൊ 50 പേര് നടത്താൻ പറ്റൂല, 35 പേര് നമ്മളെ ആൾക്കാരായിരിക്കും. 15 ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു വലിയ പ്രശ്നമാണ്. വി ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. നോ ഒഫൻസ്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് വെരി ഹാപ്പി. ഇറ്റ്സ് ഫൺ ടു തിങ്ക് അബൌട്ട്. അതായത് സംസാരിക്കാൻ ഒത്തിരി ഉണ്ട്. ആ തുറന്നു കഴിഞ്ഞാൽ അടക്കേണ്ടതാണ്. അതായത് മറ്റേ അതുപോലെ തന്നെ ശ്രീഹരിയൊക്കെ ഉണ്ടായിരുന്നു. ശ്രീഹരി നമ്മുടെ വോളണ്ടിയർ ടീമിലാണ്. പാവപ്പെട്ട തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വോളണ്ടിയർ ആവാൻ വന്ന പിള്ളേർക്കെല്ലാം ഞങ്ങൾ നന്ദി അറിയിച്ചിരിക്കുന്നു. അത് വളരെ വലിയ ഉപകാരമായിരുന്നു. രണ്ട് ലക്ഷ്മിമാര് പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ പേര്. നവംബറിൽ നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തു പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ചേട്ടാ നമ്മൾ ലഡാക്ക് പോകാന്ന് പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ നവംബറിൽ പരിപാടി ചെയ്യുന്നില്ല, നീ വന്നിട്ടേക്ക് പരിപാടി ചെയ്യുന്നുള്ളൂ. അതെ ഞങ്ങൾക്ക് ആൾബലം വേണം. ഫുഡ് ഞങ്ങൾ തരുന്നതായിരിക്കും, ബാക്കിയെല്ലാം നന്ദിയാ. അതിലുപരി ഇറ്റ്സ് ഗോണ ബി സംതിങ് ഡിഫറെന്റ്. നമ്മുടെ സ്ഥിരം ഫോർമാറ്റ് കൂടെ വെക്കാമല്ലോ. പണ്ടുണ്ടായിരുന്നു എന്ത് പാർട്ടി? വാച്ച് പാർട്ടി നല്ല കിടില എപ്പിസോഡ്. ഞങ്ങള് വൺ പീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് വന്നപ്പം വാച്ച് പാർട്ടി ചെയ്യാനുള്ള ഏതൊക്കെ എപ്പിസോഡ് ഐ ഡോണ്ട് ഹാവ് എൻ ഐഡിയ. ഇഫ് യു ഹാവ് എനി സജഷൻസ് അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരം. അങ്ങനെ വാച്ച് പാർട്ടി ആയിട്ട് വെക്കണമെന്നില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് മാസത്തെ ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് ആൾക്കാർ ഇവിടെ കൂടും. ചിനിഗാമി അവിടെ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ വരാം. അവിടെ ഈസിലി വി ഹാവ് എ സ്പേസ്. അവിടെ നമുക്ക് ഫെസിലിറ്റി അവൈലബിൾ ആണ്. പെർഹാപ്സ് മേ ബി വി ക്യാൻ വർക്ക് സംതിങ് ഔട്ട് ദെയർ. ഓർ യു നോ ഇഫ് യു ഹാവ് എനി സജഷൻസ് ഫോർ നിങ്ങൾക്ക് വെറുതെ കിടക്കുന്ന ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ പ്രൊജക്ടറും വൈറ്റ് സ്ക്രീൻ ആയിട്ട് നിങ്ങൾ വരുന്നതായിരിക്കും. We will set up the whole thing. നിങ്ങൾ ആ പ്ലോട്ട് മാത്രം തുറന്നു തന്നാൽ മതി. പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലാത്ത സ്ഥലം. അതെ, ഒരു ഹോൾ സ്പേസ് എന്തും ആയിക്കോട്ടെ. ഒരു പറമ്പ്. അതെ, ഒരു പറമ്പിലൊന്നും പറ്റൂല. പോടാ, ആ എന്ത് ടയർ എടുത്തിട്ട് കൊടുക്കും ഇരി പിള്ളേരെ. ഇന്റിമേറ്റ് എന്ത് തോന്നി വന്നോ കാണിക്കാനാണല്ലേ ബ്ലാഡി ഫോൾ. നമ്മൾ നിങ്ങൾക്ക് ഹോൾ സ്പേസ് ഒക്കെ എന്തെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ പറഞ്ഞു. നമ്മള് മണ്ണരയൊക്കെ എടുത്ത് അടിക്കും. ടയർ എടുത്തിട്ട് ടയറിന്റെ വിളക്കേറി വേറെ വൃത്തിയോടൊന്നും കാണിക്കരുത്. അത് കപ്പിൾസിനോട് പ്രത്യേകം പറഞ്ഞതാ. ആയിക്കോ നിങ്ങൾ, ഞങ്ങൾ സിംഗിൾസിന് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. വെറുതെ പറഞ്ഞ കേട്ടോ, വിഷമിക്കാനേ പറയില്ലേ സാറേ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നി. ചേട്ടാ സിംഗിൾ ഓംലെറ്റ്, സിംഗിൾ എന്ന് പറയില്ലടാ. ചേട്ടാ ഡബിൾ ഞങ്ങൾക്ക് കപ്പിൾസിനോട് വിരോധമൊന്നുമില്ല, കോമഡിക്ക് വേണ്ടി പറഞ്ഞ. പിന്നെ എന്താന്ന് വെച്ചാൽ ഓപ്പൺ സ്പേസിലെ പരിപാടി ആണെങ്കിൽ നാട്ടുകാർ ഉണ്ടാവും. സോ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കാര്യം. പേഴ്സണലി പല പരിപാടികളുടെ ടീമിലുണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനത്തെ പല എന്താ പറയാ തിരിച്ചടികളും കണ്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടുള്ളതുകൊണ്ട് ഇവന്റ് കഴിഞ്ഞിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് പലപ്പോഴും ഇങ്ങനത്തെ കപ്പിൾസ് കൊണ്ടോ അല്ലെങ്കിൽ ടീമില് ഏതെങ്കിലും ഒരു മെമ്പർ കാണിക്കുന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം. പിന്നെ അതിന്റെ പുറകെ നടക്കുക. അതുകൊണ്ട് നാട്ടുകാരുടെ സ്വഭാവം നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞങ്ങൾ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ലല്ലോ. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. നമ്മള് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെ കറങ്ങി നടക്കേണ്ടതാണ്, എല്ലാവരും കൂടെ നെഞ്ചത്ത് കയറും. അതിന് പ്രശ്നമാണ്. സോ അങ്ങനെ ഈ എപ്പിസോഡിൽ ഒരുമാതിരിപ്പെട്ട എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ എടുത്തു പറയുന്നത് ദിസ് ഇസ് എൻ ഇൻട്രഡക്ടറി എപ്പിസോഡ്. ഞങ്ങൾ സ്ക്രിപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത തൊട്ട് പ്രോപ്പറായിട്ട് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് 3ാമത്തെ എടുപ്പാ. ഇത്തവണെങ്കിലും ശുഭകരമായി ഔട്ട് പ്രോപ്പറായി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, എനിക്കറിഞ്ഞോളൂ നശിപ്പിച്ചാൻ ദൈവത്തിനറിയാം. പച്ച കത്തുന്നുണ്ട്, എനിക്കറിഞ്ഞോളൂ. അടുത്ത ഇനി EMI അടുത്ത മൈക്ക് വാങ്ങേണ്ടി വരും. പിന്നെ അത് പറഞ്ഞ പോലെ കലണ്ടർ മറക്കരുത്. വി ഹാവ് എ മർച്ചൻഡൈസ് ലൈനപ്പ്. അത് കയറി നോക്കുക. ആൻഡ് യെസ്, ഇതാണ് കലണ്ടർ. മർച്ചൻഡൈസ് ലൈനപ്പ് ഇത് ഇട്ടിട്ടുണ്ട്. ഞാനൊന്നും ഇട്ടിട്ടുണ്ട്. പുതിയ പ്രോഡക്റ്റ് ആക്ച്വലി റീവാമ്പ് ചെയ്യുന്നുള്ള ഇത് ഐഡിയയിലാണ്. വി ഹാവ് ഫ്യൂ ഡിസൈൻസ് ദാറ്റ് ഇൻ ദ വർക്ക്സ്. ഡു റിമെമ്പർ അബൌട്ട് ദ ഹയറിംഗ്സ്. നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടല്ലോ, വി ഡു നീഡ് എ ഡിസൈനർ ആൻഡ് വി ഡു നീഡ് എ സോഷ്യൽ മീഡിയ മാനേജർ.
ഇന്റേൺഷിപ്സ് ആയിരിക്കും ബേസിക്കലി. ബാക്കി JDയും കാര്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് അയച്ചു തരാം. സോ ഇഫ് യു വാണ്ട് ടു റെസ്യൂമേ അയക്കാനുള്ള മെയിൽ ID താഴെ കൊടുത്തേക്കാം. ശരിക്കാമി സ്റ്റുഡിയോ 0@gmail.com താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് നിങ്ങളുടെ CV അയക്കുക. ആൻഡ് ഡു കോൺടാക്ട് അസ് ഓൺ ഇൻസ്റ്റഗ്രാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. നമ്മുടെ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രീവിയസ് വീഡിയോസിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ജോയിൻ ദയർ. ആക്റ്റീവാണ്, സംസാരിക്കാം. പിന്നെ കയറുന്ന എല്ലാവരോടുമായിട്ട് ബി റെസ്പെക്ട്ഫുൾ. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായ ഒരു ടോപ്പിക്കും ഇടാതിരിക്കുക. കാര്യം അതിനകത്ത് ആനിമയെ കുറിച്ച് സംസാരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജോയിൻ ചെയ്യുന്നവരാണ്. പിന്നെ ആൾക്കാർ മറ്റേ എന്താ പറയുക കറണ്ട് അഫയേഴ്സ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. ആയിക്കോ ആവണ്ടെന്നല്ല, ബട്ട് ബി റെസ്പെക്ട്ഫുൾ അബൌട്ട്. അത്രേ ഉള്ളൂ. അതെ, അതിപ്പോൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂ അല്ലെങ്കിൽ ആനിമെ വ്യൂ ആയിട്ട് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അഗ്രി ടു ഡിസഗ്രി എന്നുള്ള സംഭവം. വാളം വെക്കരുത്. ഞാൻ മറ്റേ വേറെ ഒന്നും ചോദിക്കത്തൊന്നുമില്ല. എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞ വയ്യ. ഞാൻ മറ്റേ ക്ലിക്കർ റിമൂവ് സീനാണ് ഇപ്പോൾ. അത്രേ ഉള്ളൂ. വയ്യ, സത്യമായ വയ്യ, വള്ളി എടുക്കാൻ വയ്യ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും തന്തവായി വന്ന്. ശരിക്കും അതെ, ഞങ്ങൾ അതൊക്കെ ആയിട്ട് കുറച്ച് കാലം, കുറച്ച് ആളെ ഞങ്ങളുടെ വല്യപ്പൻ ഇതാ. അങ്ങനെ ഈ ഏസ്തറ്റിക് കാണുമ്പോ വിചാരിക്കും എങ്ങാണെന്നോ. അല്ല, 10-30 വയസ്സുണ്ട്. കാണാനൊരു ലുക്കില്ല. വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു തുടങ്ങി. ആ സ്കീമിലായി തുടങ്ങി. എനിക്ക് പ്രായപൂർത്തി ആയതുള്ളൂ. പിഞ്ച് പൈതലാണൊക്കെ അടിമക്കണ്ണാന്നൊക്കെ. അപ്പം എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ കാണുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ശിനിഗാമി അൺപ്ലഗ്ഡ് എന്ന് മാത്രം കമന്റ് ഇട്ടാൽ മതി. അതെ, ഇതില് ചുമ്മാക്കി കമന്റ് ഇട്, രക്ഷപ്പെടട്ടെ, ഇന്ററാക്ഷൻ വരട്ടെ. അതെ. അപ്പം എല്ലാം നന്ദി, നമസ്കാരം. എല്ലാം കണ്ടതിന് നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ.